ഹായ് ഹലോ, ഞങ്ങളിപ്പോൾ വീട് ഓരോ വശമായിട്ട് ക്ലീൻ ചെയ്ത് വരുവാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് എന്നും നമ്മൾ ക്ലീൻ ചെയ്തിടാറുണ്ട്, തൂക്കാറുണ്ട്, തുടയ്ക്കാറുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ക്ലീൻ ചെയ്യലുണ്ടാവുമല്ലോ. എല്ലാവരും വീട്ടിലും ഉണ്ടാവും കേട്ടോ. അതാരും പെട്ടെന്ന് സമ്മതിച്ചിട്ടില്ല, എന്നാലും അതാണ് വാസ്തവം. അപ്പതേ ബിബുക്കുട്ടനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യലൊക്കെ നടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് വരും, അവൻ ഒരു സൈഡിൽ കൂടി അതിനെ വൃത്തികേടാക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് ഉറക്കി കിടത്തിയിട്ടുണ്ട് കുളിപ്പിച്ച്. പിന്നെ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ചൊക്കെ വന്നപ്പോഴേക്കും അമ്മ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ദേ മുറ്റം കണ്ടോ. ഞാൻ കൂടെ കളിയാക്കാറുണ്ട്, അമ്മേ നക്കി തൂത്ത് തുടച്ചിടുവാണോ എന്ന്. അത്രയ്ക്ക് നീറ്റായിരിക്കണം അമ്മയ്ക്ക്. അപ്പോൾ ദേ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്യുമായിരുന്നു. ചിക്കൻ കറി, ഫ്രൈഡ് റൈസ്, സാലഡ്, നാരങ്ങ അച്ചാറ്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അലുവ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കസാട്ട ഐസ്ക്രീം. അപ്പോൾ ഇതേ നമ്മുടെ വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, അമ്മയുടെ മാമനും മാമയും മക്കള്, ചെറുമക്കള്, മരുമക്കള് എല്ലാവരും കൂടി ചേർത്തൊരു 10 പേരുണ്ടായിരുന്നു. ഇത് കണ്ടോ, മാമി ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്തുകൊണ്ട് വന്ന പലഹാരമാണ് കേട്ടോ, കിണ്ണത്തപ്പം. നിങ്ങളുടെ നാട്ടിൽ ഈ പലഹാരത്തിന് എന്താ പറയുന്നതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഈ ഇടയ്ക്ക് കോട്ടയത്തൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവർ കാണണം. ഇവരുടെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത്. അവർക്കിന്ന് വിരുന്നൂണായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ കോട്ടയത്തേക്ക് അവർ തിരികെ പോകുന്നു എന്ന് അറിയിച്ചപ്പോഴേക്കും അന്ന് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അത് മിസ്സായി പോവും. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. സൺഡേ എന്ന് പറഞ്ഞ സൺഡേ ഞങ്ങൾ തകർത്തു കേട്ടോ. 10 പേരോളം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വീടാകെ ബഹളമായിരുന്നു. ഞങ്ങളുടെ വീട് സൈലൻറ്റിലായിട്ടാണ് കിടക്കുന്ന. ബിബുക്കുട്ടനുണ്ടെങ്കിൽ കൂടി, പക്ഷെ അവൻ ഇവരെയൊക്കെ കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. മൊത്തം ബഹളമായിരുന്നു ബിബുക്കുട്ടനെ. ഇവരൊക്കെ പോയപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ കുഞ്ഞിന്. പിന്നെ 3 ആൻറ്റിമാരുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അതിൽ ഒരാൾ ഗൾഫിലായിപ്പോയി, ബാക്കി 2 പേരുണ്ടായിരുന്നു. കാഞ്ചന ആൻറ്റി ഉണ്ടായിരുന്നു, സ്വപ്ന ആൻറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആൻറ്റിമാരൊക്കെ നമ്മുടെ ന്യൂജൻ ആൻറ്റിമാരാണ് കേട്ടോ. നമ്മുടെ തരത്തിനൊത്ത് നിൽക്കും കേട്ടോ, തമാശകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ദേ അവർ പോവുകയായി, അവർക്ക് തിരികെ കോട്ടയത്ത് പോകാനുള്ളത്. അവർ വേഗം തന്നെ ഇറങ്ങി. പോകുന്നതിന് മുന്നേയായിട്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോയും എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.